ഇന്നെന്തോ സ്പെഷ്യൽ ലഞ്ചാണല്ലോ അമ്മ ഉണ്ടാക്കുന്നത്. പോയി നോക്കാം. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഹായ്, നല്ല മണമുണ്ടല്ലോ അമ്മേ. ഇതെന്താ? ഇതാണ് മോൾക്ക് വേണ്ടി അന്ന് മുത്തശ്ശി ഉണ്ടാക്കി തരാൻ പറഞ്ഞു തന്ന സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച്. ഹായ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളതാണോ അമ്മേ? അല്ലല്ല, ഇത് മോൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനുള്ളതാ. ഹായ്, താങ്ക് യു മമ്മി. ലഞ്ചിന് ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് പറയാമോ? ബിരിയാണി അല്ല, എന്നാൽ മസാല ദോശ. അതുമല്ല. ഞാൻ തോറ്റു. ഇനി നീ തന്നെ പറ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുത്തശ്ശി അമ്മയോട് എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് ആണത്. വൗ, അടിപൊളി. എവിടെ കാണട്ടെ? അയ്യോ, എന്റെ ബ്രെഡ് സാൻഡ്വിച്ച് കാണുന്നില്ലല്ലോ. ഇതാരോ മനഃപൂർവ്വം എടുത്ത് കഴിച്ചതാണല്ലോ. ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് എന്റെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാം. എന്താ? ശരി. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നാളെ നീ വരുമ്പോൾ അമ്മയോട് പറഞ്ഞ് എനിക്ക് കൂടി ഒരു സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് വേറെ ഒരു ടിഫിൻ കൂടി ബാഗിലാക്കി കൊണ്ടുവരണം. അതെന്തിനാ? എന്നിട്ട് വേണം ആ 2 ടിഫിനും കള്ളം കൊണ്ടുപോകാൻ. അതൊന്നുമില്ല, നീ കണ്ടോ, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അമ്മേ, നാളെ അലക്സിനും അമ്മയുടെ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, അമ്മ നാളെ ഉണ്ടാക്കി തരാലോ. ഇപ്പൊ മോൾ കിടന്നോ. ഗുഡ് നൈറ്റ്. ഇതാ നീ പറഞ്ഞ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച്. ഇനി നീ ഇത് നിന്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്ക്. നമുക്ക് കള്ളനെ പിടിക്കാം. സൂപ്പർ ഐഡിയ. ടിഫിൻ മോഷ്ടിച്ചത്. അത് പിന്നെ നല്ല ഫുഡിന്റെ മണമടിച്ചാൽ എന്റെ കൺട്രോൾ പോകും. മോഷണം നല്ലതല്ല ടോമി. നമ്മുടെ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മുതിർന്ന പ്രായത്തിൽ വലിയ കള്ളത്തരങ്ങൾ ചെയ്യാൻ തോന്നും. അത് വളരെ ശിക്ഷാർഹമായിരിക്കും. സോറി കൂട്ടുകാരെ, ഞാനിനി മോഷ്ടിക്കില്ല. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ടോമി, നീ എന്താ ഫുഡ് മുഴുവനും കഴിക്കാത്തത്? എനിക്ക് വേണ്ടാത്തത് കൊണ്ട്.
ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ വാ. ടോമി, നീ എന്താ എപ്പോഴും വെള്ളം വേസ്റ്റ് ആക്കുന്നത്? അകത്ത നല്ലതല്ല കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഓ, എന്തൊരു വെയിലാ. ദാഹിച്ചിട്ട് വയ്യ. ഇനി ഇത്തിരി വെള്ളം കുടിക്കാം. ഛേ, വെള്ളം കഴിഞ്ഞല്ലോ. ഇനി ഇപ്പോൾ എന്താ ചെയ്യാ? അയ്യോ, ഒരു തുള്ളി പോലും കിട്ടാനില്ലല്ലോ. ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും ഞാൻ വെറുതെ കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? ദാഹിച്ചിട്ട് വയ്യ. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് അലക്സ് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു എന്താണെന്ന് അറിയുമോ ടോമിക്ക്? ഇല്ല. അത് ജലമാണ്. ജീവന്റെ കണികകളെ ഭൂമിയിൽ അത്രത്തോളം നിലനിർത്തുന്ന മറ്റൊന്നുമില്ല. ടോമിക്ക് അറിയുമോ, അടുത്ത ഒരു ലോക മഹായുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പേരിലായിരിക്കാം. കാരണം ഭൂമിയിലെ ജലത്തിന്റെ അളവ് അത്രയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാപ്പുകൾ പൂട്ടാതെയും വാട്ടർ ബോട്ടിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞും എന്തോരം വെള്ളമാണ് ടോമി പാഴാക്കുന്നതെന്ന് അറിയുമോ? അത് പിന്നെ ടോമിക്ക് എപ്പോഴെങ്കിലും ഒരു തുള്ളി ജലം നാളേക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും കുടങ്ങളും പാട്ടകളും ഒക്കെയായി മണിക്കൂറോളം പഴുപ്പിന്റെ ചോട്ടിലും വെയിലത്തും വരി നിൽക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് നിന്നെ ശിക്ഷിച്ചേ പറ്റൂ ടോമി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. വാട്ടർ ടാപ്പ് ഭൂതമേ, ഞാനിനി ജലം പാഴാക്കില്ല. നിങ്ങളോ? നിങ്ങളെപ്പോ വന്നു? വാട്ടർ ടാപ്പ് ഭൂതം എവിടെ പോയി? വാട്ടർ ടാപ്പ് ഭൂതമോ? എന്നെ ഒരു വാട്ടർ ടാപ്പ് ഭൂതം പിടിക്കാൻ വന്നു. പാമ്പ് പോലെ വരിഞ്ഞു മുറുക്കി. ഇനി ആരും വെള്ളം പാഴാക്കരുത് കേട്ടോ. ആരെങ്കിലും വെള്ളം പാഴാക്കുന്നത് കണ്ടാൽ ഇനിയും വരും. നമ്മൾ എന്തിനാ വെറുതെ ഭൂതത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ എപ്പോഴും വെള്ളം പാഴാക്കരുതെന്ന് പറയുന്നത്. ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വളരുന്ന ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? വരൾച്ചയാണ് ലോക ജനത നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. നാടിന്റെ പലയിടങ്ങളിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഒരിക്കലും പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത ഒന്നാണ് ജലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിനെ കണ്ടറിഞ്ഞ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നന്ദിയുണ്ട് അലക്സ്. എനിക്ക് വെള്ളത്തിന്റെ വില മനസ്സിലായി. ഞാൻ ഇന്നു മുതൽ വെള്ളം പാഴാക്കില്ല. ഗുഡ് ബോയ്.